ദ ഡാൻസ് ഓഫ് യൂനക്സ് എന്ന് പറയുന്ന കമലാദാസിൻ്റെ പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് യൂനക്സ്? യൂനക്സ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ നപുംസകം എന്ന് പറയുന്ന വിഭാഗമാണ്, അല്ലെങ്കിൽ ഹിജഡ എന്ന് ഹിന്ദിയിൽ പറയുന്ന വിഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു പുരുഷനായിട്ടായിരിക്കും ജനിക്കുന്നുണ്ടാവുക, പക്ഷേ അവർക്ക് ക്യാരക്ടർ മൊത്തം ഒരു സ്ത്രീയെ പോലെ ആയിരിക്കും. അവർ ഷണ്ടനാണ്. ഓക്കെ, ഷണ്ടൻ എന്ന് പറയുന്ന അവസ്ഥയിലാണുള്ളത്. അവരെ പൊതുവെ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മുമ്പ്, ഇല്ലെങ്കിൽ നമ്മുടെ ഹോൾ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, വേൾഡ് മൊത്തം എടുക്കുകയാണെങ്കിൽ ഇവരെ സ്ത്രീകളുടെ ഗാർഡിയനായിട്ട് ആണ് ഇവരെ നിർത്തിയിരുന്നത്. ഓക്കെ, അവർക്ക് സ്ത്രീകളുടെ സ്വഭാവമാണ്, എന്നാൽ പുരുഷൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ടാവും. നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സലീം കുമാർ സൂത്രധാരൻ എന്നുള്ള സിനിമയിൽ ലീലാകൃഷ്ണനായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഹരഹര മഹാദേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗമാണ്, സമൂഹത്തിലെ വളരെ ചെറിയൊരു വിഭാഗമാണ് ഇത് ഈ പറയുന്ന യൂനക്സ്. ഓക്കെ, അപ്പോൾ ക്യൂറാണ് ഇവർ. ഓക്കെ, LGBTQ+ എടുക്കുകയാണെങ്കിൽ അവർ ക്യൂർ കമ്മ്യൂണിറ്റിയിലാണ് പെടുക. ഓക്കെ, അപ്പോൾ ഇവിടെ കമലാദാസ് ഡാൻസ് ഓഫ് യൂനക്സ്, ഈ യൂനക്സുകൾ ജീവിക്കുന്നത് പാട്ട് പാടിയും ഡാൻസ് ചെയ്തും ഒക്കെ ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നത്. ഓക്കെ, ഇൻ എ സെൻസ് ഒരു ഭിക്ഷാടനം പോലെയാണ് അവർ സമൂഹത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ഒരു വിഭാഗത്തിൻ്റെ നൃത്തത്തെയും അവരുടെ ഉള്ളിലുള്ള അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെയാണ് ഈ പോയത്തിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കമലാദാസിന് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. മാധവിക്കുട്ടി എന്ന ബൈലിംഗ്വൽ റൈറ്ററാണ് അവർ. ഇംഗ്ലീഷിലും മലയാളത്തിലും പോയംസൊക്കെ എഴുതുന്ന വളരെ പ്രശസ്തയായ മൈ സ്റ്റോറി എന്നുള്ള ഓട്ടോബയോഗ്രഫിയൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണവർ. അപ്പോൾ ഇതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്ന ഈ പോയത്തിൻ്റെത് ഐഡൻറ്റിറ്റി, ഫ്രീഡം, സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഒക്കെയാണ്. ഓക്കെ, ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ഒരു ഡോമിനൻ്റ് അല്ലേ, ഒരു പാട്രിയാർക്കിയാണ് നമ്മുടെ സമൂഹം. ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഇവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടോ? അതുപോലെ തന്നെ ഫ്രീഡം, കിട്ടുന്ന ഫ്രീഡം എന്താണ്? സമൂഹത്തിൻ്റെ ഇടയിൽ ഇവർക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസ് എന്താണ്? അതുപോലെ സോഷ്യൽ എക്സ്പെക്റ്റേഷൻ അല്ലേ, നമ്മുടെ നാടുകളിൽ ഇപ്പോഴായാലും മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഒരു തേർഡ് ജെൻഡർ എന്ന് വരുന്നത് തന്നെ ഒരു 20th സെഞ്ച്വറിയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ്. അതുവരെ അവരെ മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാൻ സമൂഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ യൂനക്സിൻ്റെ ഡാൻസാണ്. ഓക്കെ, അതിനെ പോയിട്ട് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇറ്റ് വാസ് ഹോട്ട്, സോ ഹോട്ട് ബിഫോർ ദ യൂനക്സ് കെയിം ടു ഡാൻസ്. വൈറ്റ് സ്കേർട്സ് ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട്, സിംബൽസ് richly clashing and anklets jingling, jingling, jingling. Beneath the fairy Gulmohar with the long braids flying, dark eyes flashing, they danced and they danced. Oh, they danced till they bled. There were green tattoos on their cheeks, jasmine in their hair. Some were dark, some were almost fair. ഓക്കെ, ഇതാണ് ഒരു ഫസ്റ്റ് ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ യൂനക്സുകൾ ഡാൻസ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് കാലാവസ്ഥ എന്തായിരുന്നു? വളരെ ചൂടുള്ളതായിരുന്നു. ഇറ്റ് വാസ് വെരി ഹോട്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഡാൻസ് തുടങ്ങുകയാണ്. അവരുടെ ഡാൻസ് തുടങ്ങുമ്പോൾ അവരുടെ സ്കേർട്ട്, അവർ പാവാടയാണ് ധരിച്ചിരിക്കുന്നത്, അതിങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ട് അവരിങ്ങനെ വട്ടത്തിൽ കറങ്ങി ഡാൻസ് ചെയ്യാണ്. കുറച്ച് ആൾക്കാർ, ഇവരുടെ കമ്മ്യൂണിറ്റിയിലെ മറ്റാൾക്കാർ സിംബൽസ്, അതായത് കൈമണികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, താളം പിടിക്കുകയാണ്. അവരുടെ ആങ്ക്ലെറ്റുകൾ, അവരുടെ പാദസരങ്ങൾ കിലുങ്ങുന്നുണ്ട്. ജിംഗ്ലിങ്, 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 അതിങ്ങനെ കിലുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ ശബ്ദമാണ്. പിന്നെ ഇത് ഫെയറി ഗുൽമോഹർ, ഏത് ചെടിയുടെ ചുവട്ടിലാണ് നിന്ന് ഡാൻസ് ചെയ്യുന്നത്? ഗുൽമോഹർ, മെയ്ഫ്ലവറിൻ്റെ ആ ഒരു സമ്മർ സീസണിൻ്റെ ആ ചൂട് ഒക്കെ നമുക്ക് ഈ ഒരു ലൈൻസിൽ കാണാൻ പറ്റും. ഗുൽമോഹർ വിരിയുന്നത് സമ്മറിലാണ്. ഓക്കെ, അപ്പോൾ ആ പൂക്കളുടെ മരത്തിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ഡാൻസ് ചെയ്യണത്. ലോങ് ബ്രെയ്ഡ്സ് ഫ്ലൈയിങ്, അവർ മുടിയിഴകൾ പിന്നിയിട്ടിട്ടുണ്ട്. അതെന്താണ്? ഫ്ലൈ ചെയ്യുന്നുണ്ട്. അവർ വട്ടം കറങ്ങി ഡാൻസ് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ ആടുന്നുണ്ട് കാറ്റിൽ. അതുപോലെ അവരുടെ ഇരുണ്ട കണ്ണുകൾ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഡാൻസ്ഡ് ടിൽ ദേ ബ്ലഡ്. ദർ വർ ഗ്രീൻ ടാറ്റൂസ് ഓൺ ദെയർ ചീക്ക്. ഇനി അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരുടെ ചീക്കുകളിൽ ടാറ്റൂസ് ഉണ്ട്. അതുപോലെ മുടിയിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്, ജാസ്മിൻ വെച്ചിട്ടുണ്ട്. സംവെയർ ഡാർക്ക്, സംവെയർ ഓൾമോസ്റ്റ് ഫെയർ. അതുപോലെ ചില ആൾക്കാർ വെളുത്തിരിക്കുന്ന ആൾക്കാരാണ്, കുറച്ച് പേരാണെങ്കിൽ ഡാർക്ക് സ്കിന്നായിട്ടുള്ള ആൾക്കാരാണ്. ഇതാണ് ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ യൂനക്സ് വെയർ സ്കേർട്സ്, ദേ വെർ എൻ്റർടൈനിങ് പീപ്പിൾ ത്രൂ ദെയർ ഡാൻസ് ഓർ ട്രൈ ടു സീക്ക് ഗെയ്സ് ഫ്രം പീപ്പിൾ. അപ്പോൾ ഇവർ ഡാൻസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ നോട്ടം
ആകർഷിക്കാനും. സോ ഇറ്റ് വാസ് എ സമ്മർ സീസൺ. ദേ കണ്ടിന്യൂസ്ലി ഡാൻസിങ് അൺടിൽ ദ ബ്ലഡ്. എന്താണ്, അവർ ടയേർഡായി ക്ഷീണിക്കുന്നവരെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ ഡാൻസിങ്. It beautifies themselves with jasmine hair tattoos on their cheek. അവർ സ്വയം മനോഹരാക്കാൻ നോക്കുന്നത് എങ്ങനെയാണ്? പൂക്കൾ വെച്ചിട്ടും അതുപോലെ ടാറ്റൂസ് ഒക്കെ ചെയ്തിട്ടാണ്. അവർ ബ്ലാക്കുമായിട്ടുള്ള ആൾക്കാരുണ്ട്, വൈറ്റുമായിട്ടുള്ള ആൾക്കാരുണ്ട്. Their voices were harsh, their songs melancholy. They sang of lovers dying or children left unborn. Some beat their drums, others beat their sorry breast and wailed and writhed in vacant ecstasy. ഓക്കെ, ഇവിടെ പറയുന്നത് their voices were harsh. എന്താണ്, അവരുടെ ശബ്ദം കുറച്ച് കടുപ്പമുള്ളതാണ്, അല്ലെങ്കിൽ ഒരു കട്ടി കൂടിയതാണ്. സ്ത്രീയുടെ ശബ്ദം പോലെ സോഫ്റ്റ് അല്ല. കാരണം എന്താണ്, അവർ ജനറ്റിക്കലി മെന്നാണ്. അവരുടെ വോയിസ് ഹാർഷ് ആണെന്ന് പറയുമ്പോൾ ദേ ആർ എന്താണ്, ഇൻ എ സെൻസ് ദേ ആർ മെയിൽ ഇൻ ദെയർ ബോഡി. ഓക്കെ, ദെയർ സോങ്സ് മെലങ്കളി. അവരുടെ പാട്ടുകൾ, അവർ പാട്ട് പാടി നൃത്തം ചെയ്യുകയാണ്. അവരുടെ പാട്ടുകളൊക്കെ തന്നെ സങ്കടമുണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ എന്താണ്, സാഡ് സോങ്സ് ആണ് അവർ സിങ് ചെയ്യുന്നത്. ദ സാങ് ഓഫ് ലവേഴ്സ് ഡൈയിങ് എന്നാണ് അവർ പാടുന്നത്. പ്രണയിനികളുടെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ മരണമാണ്, ലവേഴ്സ് മരിക്കുന്നതിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ദേ ആർ നോട്ട് എന്താണ് ഗെറ്റിംഗ് ലവേഴ്സ് ലൈക്ക് അതേഴ്സ് അല്ലേ. സമൂഹത്തിന് മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെ ഒരു പ്രണയിനിയോ പ്രണയിതാവിനെയോ ആർക്ക് കിട്ടണമെന്നില്ല, ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അവർ അതില്ലാത്തതിൻ്റെ, അത് തനിക്കില്ലാത്തത് അത് മരിച്ചുപോയി എന്നുള്ള അർത്ഥത്തിൽ പാടുകയാണ്. ഓർ ചിൽഡ്രൻ ലെഫ്റ്റ് അൺബോൺ, അതുപോലെ ജനിക്കാത്ത ആ കുട്ടികളെക്കുറിച്ച്. കാരണം എന്താണ്, ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, യൂനക്സ് എന്ന് പറയുന്നത്, ദേ കനോട്ട് റീപ്രൊഡ്യൂസ് ഓർ റീക്രിയേറ്റ് എ ന്യൂ ബേബി. മനസ്സിലായില്ലേ? അവർക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു വേദന കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, പാടുന്നത്. സം ബീറ്റ് ദെയർ ഡ്രംസ്. അപ്പോൾ കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഡ്രംസുകൾ അടിക്കുന്നുണ്ട്. അതുപോലെ അതേഴ്സ് ബീറ്റ് ദെയർ സോറി ബ്രസ്റ്റ് ആൻഡ് വെയിൽഡ്. അതിൽ ഉള്ള മറ്റാൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബ്രസ്റ്റിലേക്ക്, അവരുടെ നെഞ്ചിലേക്ക് ഇടിച്ചുകൊണ്ടാണ് ശബ്ദമുണ്ടാക്കുന്നത്. ഡ്രംസ് ഇടിക്കുമ്പോൾ ഇവിടെ സോറി ബ്രസ്റ്റ്, ഇവിടെ സോറി ബ്രസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ദേ കനോട്ട് ഫീഡ് ചിൽഡ്രൻ അല്ലേ. അവർ മനസ്സുകൊണ്ട് പെണ്ണാണെങ്കിലും ഒരു പെണ്ണ് പൂർത്തിയാവുന്നത് എന്ന് പറയുന്നത് എന്താണ്, അവളൊരു അമ്മയാകുമ്പോഴോ കുഞ്ഞിന് എന്താണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴൊക്കെയാണെന്നാണ് പറയാറ്. അപ്പോൾ ആ ഒരു ഫീലിങ്സും അവർക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല അല്ലേ. അവർ എന്താണ്, അവരുടെ മനസ്സുകൊണ്ട് അവരൊരു സ്ത്രീയാണെങ്കിലും അവർക്ക് അതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. സോ ദേ ഫീൽ സാഡ് അബൌട്ട് ഇറ്റ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിത്തേർഡ് ഇൻ വേക്കൻറ്റ് എക്സ്റ്റസി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയാണ്. സോ ദെയർ വോയിസസ് ആർ ഹാർഷ്, ദെയർ വോയിസസ് ആർ ഡിഫറെൻറ്റ് ഫ്രം കോമൺ പീപ്പിൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. ദെയർ സോങ്സ് ആർ ഫുൾ ഓഫ് സാഡ്നെസ് ആൻഡ് മെലങ്കളി. ദ സോങ്സ് ഓഫ് ദെയർ ലവേഴ്സ് ആർ ഡൈയിങ് ആൻഡ് ചിൽഡ്രൻ ആസ് ബോൺ സ്റ്റെറൈൽ ചൈൽഡ്. എന്താണ്, അവർക്ക് സ്നേഹിക്കാൻ ആളില്ല, പകരം എന്താണ്, അവർ മരിച്ചു പോയെന്നുള്ള രീതിയിലാണ് അവർ പാടുന്നത്. സോ ദെയർ കണ്ടീഷൻസ് ഇൻ സൊസൈറ്റി പോയിൻറ്റ്സ് ഔട്ട് ത്രൂ ദ പോയം. ഈ കവിതയിലൂടെ നമുക്ക് അവർ സമൂഹത്തിൽ എന്താണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് അല്ലേ. അവരുടെ പ്രവൃത്തികൾ നമുക്ക് കവിതയിലൂടെ വാക്കുകൾക്കപ്പുറം ഉള്ള മീനിങ്ങുകൾ തരുന്നുണ്ട്. സോ ബീറ്റിംഗ് ഡ്രംസ് ആൻഡ് ബ്രസ്റ്റ് വിച്ച് മീൻസ് ദേ റെപ്രസെൻറ്റ് ദെയർ ആങ്കർ ടു സൊസൈറ്റി. ഈ ബീറ്റിംഗ് ഡ്രം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് സിമ്പിളായിട്ട് എടുക്കാം, അവർക്ക് സമൂഹത്തോടുള്ള എതിർപ്പിനെ ആയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ വേണമെങ്കിൽ അവരുടെ വിഷമത്തെയും നമുക്കിവിടെ മീൻ ചെയ്യാം. So they are twisting body from side to side to show their indication of someone who thinks and feels their emotion. Okay, അത് നെക്സ്റ്റ് സ്റ്റാൻസിലായിട്ടാണ് വരുന്നത്. നമുക്കത് നോക്കാം. They were thin in limbs and dry like half-burned logs from funeral pyres, a drought and a rottenness in their were in each of them. Even the crows were so silent on trees, and the children wide-eyed. Still, all were watching these poor creatures' convulsions. The sky crackled then. Thunder came, the lightning and rain, a meager rain that smelt of dust in attics and the urine of lizards and mice. Okay, അടുത്തത് ഈ കവിതയിലെ അവസാന ഭാഗമാണ്. ഇവിടെ പറയുന്നത് എന്താണ്, their limbs ആൻഡ് ആർ ഡ്രൈ. എന്താണ്, അവരുടെ കാലുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ കൈകളൊക്കെ തന്നെ എന്താണ്, ഡ്രൈ ആണ്, അതുപോലെ തിന്നാണ്. കാരണം ഇതെന്തോ ഉദ്ദേശിക്കുന്നത്, തിൻ ആൻഡ് ഡ്രൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേ ആർ നോട്ട് ലൈക്ക് നോർമൽ പീപ്പിൾ, ദേ ആർ കൺസിഡേർഡ് ഡിഫറെൻ്റ്ലി. സോ ദേ ആർ നോട്ട് ഗെറ്റിംഗ് വാട്ട് അതേഴ്സ് ഗെറ്റ്.
മനസ്സിലായില്ലേ? ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന അവകാശങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ്, ഡ്രൈ ആണ്, തിന്നാണ്. കാരണം മാൽന്യൂട്രീഷൻ ആവാം അല്ലേ, അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ശരീരത്തിന് ലഭിക്കുന്നുണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ബോഡി ഹാപ്പി ആയിരിക്കുക. പക്ഷേ ഇവർക്ക് അതൊന്നും തന്നെ ലഭിക്കുന്നില്ല. സോ ദേ ആർ ഡ്രൈ ആൻഡ് തിൻ ലൈക്ക് ഹാഫ് ബേൺഡ് ലോഗ്സ് ഫ്രം ഫ്യൂണറൽ പായേഴ്സ്. എന്താണ് ഈ ചിതയിൽ നിന്നും, എന്താണ് ചിതയിൽ എങ്ങനെയാണോ കൊള്ളികൾ, അതായത് ഈ തീക്കൊള്ളികൾ ഉണ്ടാവുക, അതുപോലെയാണ് അവർ ഉള്ളത്. മനസ്സിലായില്ലേ? അതായത് അത്രയും ഫ്രജൈലാണ്, എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാൻ പോകുന്ന പോലെയുള്ള അവസ്ഥയിലാണ് അവരുടെ ബോഡി ഇരിക്കുന്നത്. ഡ്രോട്ട് ആൻഡ് റോട്ട്നെസ് വെർ ഈച്ച് ഓഫ് ദെം. എല്ലാവരിലും എന്തുണ്ട്, ഡ്രോട്ട് ആൻഡ് ഡീക്കേ എന്ന് വെച്ചാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഫിസിക്കലി ഇമോഷണലി വളരെ വീക്കാണ് എന്ന് പറയുകയാണ്. റോട്ടൻനെസ് എന്താണ്, ഉണങ്ങുക. ഡ്രോട്ട് എന്താണ്, വരൾച്ച. അപ്പോൾ വരണ്ട് ഉണങ്ങി അവരിയ്ക്കുകയാണ്. എന്താ, എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടാവുന്ന അവസ്ഥയിൽ. മീൻസ് ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് ഹ്യൂമൻ ആൻഡ് ദേ ആർ മാർജിനലൈസ്ഡ്. ഓക്കെ, അവരെ കംപ്ലീറ്റ്ലായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് സമൂഹത്തിൽ അല്ലേ. നമ്മൾ മനുഷ്യരായാലും ഇപ്പോൾ നമ്മളായാലും ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളെ കാണുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേറെ തന്നെയാണ് അല്ലേ. വി ഹാവ് സ്റ്റീരിയോ ടൈപ്പ്. അവരങ്ങനെയാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഒരുപാട് മാറിയെങ്കിലും അവരെത്ര മുന്നോട്ട് വന്നെങ്കിലും സമൂഹത്തിൽ ഈ എന്താണ് ഷണ്ടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റിയെ വേറെ തന്നെയായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇവരാരൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് പറയുകയാണ്. ഓക്കെ, ഇവർ പാടുന്നുണ്ട്, ഇവർ നടക്കുന്നുണ്ട്, പക്ഷേ ഇവരെ ശ്രദ്ധിക്കുന്ന ആരൊക്കെയാണ്? ഈവൻ ദ ക്രോസ് വെർ സോ സൈലൻ്റ് ഓൺ ട്രീസ്. എന്താണ്, മരത്തിലിരിക്കുന്ന കാക്ക പോലും വളരെ നിശബ്ദമായാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഹെൽപ്ലെസ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ വൈഡ് ഐഡ് ചിൽഡ്രൻ, അതായത് കുട്ടികൾ ഇവരെ നോക്കുന്നത് എങ്ങനെയാണ്, ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. അതുപോലെ all are watching these poor creatures convulsions the sky crackled then. എല്ലാവരും ഇവരെ നോക്കുന്നത് എന്താണ്, ഒരുമാതിരി ഒരു സ്നേഹമില്ലാതെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവരെ പരിഗണിക്കുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഒരു റെയിൻ വരെയാണ്. ദ സ്കൈ ക്രാക്ക്ഡ് ദെൻ thunder came and lightning and rain, a meager rain that smelt of dust in attic and urine of lizards and mice. എന്താ പറയുന്നത്, ഒരു മഴ വരികയാണ് ആ സമയത്ത്. ഇറ്റ് ഈസ് മീഗർ, വളരെ ചെറിയ അളവിൽ മാത്രമേ മഴ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് ഇവർക്ക് എന്തെങ്കിലും ജീവിതത്തിലൊരു ആശ്വാസമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് മീഗറാണ്, വളരെ ചെറിയ അളവിലാണ്. സോ ഇറ്റ് ക്രിയേറ്റ്സ് അൺപ്ലസൻറ്റ് ഓർഡർ. ആ മഴ വളരെ കുറച്ച് മഴ പെയ്യുമ്പോൾ എന്തുണ്ടാവും, അവിടെ നാറ്റം ഉണ്ടാവും അല്ലേ. അതുപോലെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലുണ്ടാവും. അതുപോലെ ഇവിടെ ആ അൺപ്ലസൻറ്റ് സ്മെല്ലും യൂറിൻ ഓഫ് ഈ അനിമൽസൊക്കെ പറയുന്നത് കാരണം അവരുടെ ലൈഫ് എങ്ങനെയാണ്, അതുപോലെ തീരെ മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യത്തിലല്ല അവരുടെ ജീവിതം ഇരിക്കുന്നത്. ദെയർ ഹാർഷ്നെസ് ഓഫ് ലൈഫ് ആൻഡ് ഐസൊലേഷൻസ് വെർ മെൻറ്റ് ത്രൂ ദോസ് ലൈൻസ്. ഓക്കെ, ഇതാണ് ഈ ഒരു പോയം. ഈ പോയത്തിൽ ക്യൂർ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അതിനെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അവരുടെ പ്രോബ്ലംസ് കമലാദാസ് പല സിമ്പിൾസ് ഉപയോഗിച്ച് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.